ഭഗവാന്റെ അവതാരമുണ്ടായ ഒരു സ്ഥലമായിട്ട് പോലും വേണമെങ്കിൽ പമ്പാനദിയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം ആ രാജാവ് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് കാട്ടിലൂടെ സഞ്ചരിച്ച് ആ കുട്ടിയെ കയ്യിലെടുക്കുന്നത് പമ്പാനദിയുടെ തീരത്ത് വെച്ചാണ്. ആ സമയത്താണ് കഴുത്തിൽ മിന്നുന്ന മണി കാണുന്നതും മണികണ്ഠൻ എന്ന പേര് അവന് വരുന്നതൊക്കെ. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിന് പോലും ഒരു പശ്ചാത്തലമായത് പമ്പാനദിയാണ് എന്ന് പറയാൻ സാധിക്കും. ഭഗവാന്റെ ആറാട്ട് കൊണ്ട് പമ്പ പുണ്യസ്ഥാനത്തിലുള്ള ഒരു കേന്ദ്രമായി മാറുന്നു. എല്ലാ തരത്തിലുള്ള പിതൃദോഷങ്ങളും മാറാനായി പമ്പയിൽ മുങ്ങിക്കുളിച്ച് പമ്പയിൽ ബലിയിട്ടാൽ ഒരു തരത്തിലുള്ള പിതൃദോഷങ്ങളും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം നിലനിൽക്കുന്നു. ഇതൊക്കെ തന്നെ ഗംഗാനദിയെ പോലെ തന്നെ നമ്മുടെ സ്വന്തം ഗംഗയാണ് പമ്പ എന്ന വിശ്വാസം ഓരോ അയ്യപ്പ ഭക്തനിലും ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്.